ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജ് ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാരണം. ഷഫീദ് റാവുത്തർ നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തന്ത്രിയെ, ഇപ്പോൾ ICUവിൽ അഡ്മിറ്റായി എന്ന് പറയുമ്പോൾ എന്താണ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? SIT അത്തരം വിശദാംശങ്ങൾ നൽകുന്നുണ്ടോ? കോടതി ഈ ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശം ഈ കഴിഞ്ഞ റിമാൻഡ് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാക്കിയതുമാണല്ലോ. വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയവേ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് ആദ്യം കൊണ്ടുപോയത് ജനറൽ ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ച് BP, ECG ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. അപ്പോഴാണ് ഒരു ഹൈ BP അദ്ദേഹത്തിന് ഡിറ്റക്ട് ചെയ്തതും പിന്നാലെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയിട്ടുള്ള രക്തപരിശോധനയിലടക്കം അദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ ICUവിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധനകൾ നടത്തി വരികയാണ്. അദ്ദേഹത്തോട് പ്രധാനമായും പരിശോധിക്കുന്നത് ഹൃദയ സംബന്ധമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തെ തിരികെ വീണ്ടും ഈ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലേക്ക് അടക്കം മാറ്റുന്ന കാര്യങ്ങൾ ആലോചിക്കുക. SIT സംബന്ധിച്ച് SIT നിർണായകമായ കസ്റ്റഡിക്ക് ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഈ വിധത്തിൽ മോശമാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നമുണ്ടാകുന്നത്. വിശദമായ പരിശോധനയും അതേപോലെ തന്നെ ആരോഗ്യ ശുശ്രൂഷയും ഉറപ്പാക്കുമെന്ന് മെഡിക്കൽ കോളേജ് അറിയിച്ചിട്ടുണ്ട്. ഷഫീദ്, അതോടൊപ്പം തന്നെ ഇന്നലെ ഈ റിമാൻഡായ ശേഷം അഭിഭാഷകൻ പ്രതികരിച്ചിരുന്നു. വളരെ വികാരാധീനനായി തന്നോട് ചില കാര്യങ്ങൾ തന്ത്രി പറഞ്ഞു, തന്റെ മുന്നിൽ തന്ത്രി കരഞ്ഞു എന്നൊക്കെയാണ് അഭിഭാഷകൻ അനിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ പറയുന്ന ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിഗണിച്ചായിരിക്കുമോ ഇനിയിപ്പോൾ എന്താണ്, എപ്പോൾ ICUവിൽ നിന്ന് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ചികിത്സ തുടരേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക? നിലവിൽ ഇപ്പോൾ വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധനകൾ അദ്ദേഹത്തിന് നൽകി വരികയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചില ഗുളികകൾ കഴിക്കുന്ന അസുഖം മുൻപ് തന്നെ ഉണ്ടായിരുന്നൊക്കെയുള്ള വിവരങ്ങൾ അത് ബന്ധുക്കളിൽ നിന്ന് SIT ശേഖരിച്ച് ജയിലധികൃതരെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ജയിലധികൃതർക്കാണ് അദ്ദേഹത്തിന്റെ ചുമതല, അതായത് തന്ത്രി കണ്ഠരര് രാജീവരുടെ ചുമതല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് BP-യിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായ അദ്ദേഹം, അതായത് ഇന്നലെ രാവിലെ അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തത് മണിക്കൂറുകൾ സമയമെടുത്താണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇന്ത്യക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷം വൈകിട്ടോടുകൂടി കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നു. കൊല്ലത്ത് നിന്ന് തിരിച്ച് ജയിലിലേക്ക് എത്തിക്കുമ്പോൾ സമയം വൈകുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കും. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമുക്ക് സ്വാഭാവികമായും അറിയാം. SIT സംബന്ധിച്ച് പക്ഷേ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് എന്നുള്ള കാര്യത്തിലേക്ക് അവർ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും SIT ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.